പ്രൈസ് ലോർഡ്. ബൈബിൾ ക്വിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. തെസ്സലോനിക്യർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും. ക്വസ്റ്റ്യൻ: തെസ്സലോനിക്യർക്കുള്ള രണ്ടാം ലേഖനം എഴുതിയതാരെല്ലാം? ഉത്തരം: പൗലോസും സില്ലാനോസും തിമത്തിയോസും. 2 തെസ്സലോനിക്കർ 1:1. ക്വസ്റ്റ്യൻ: അന്യോന്യം സ്നേഹം പെരുകി വന്ന സഭ. ഉത്തരം: തെസ്സലോനിക്യ സഭ 1:3. ക്വസ്റ്റ്യൻ: ദൈവത്തിൻ്റെ സഭകളിൽ പൗലോസും കൂട്ടരും തെസ്സലോനിക്യ സഭയുടെ എന്തു സ്വഭാവം നിമിത്തമാണ് അവരെ ചൊല്ലി പ്രശംസിക്കുന്നത്? ഉത്തരം: സകല ഉപദ്രവങ്ങളിലും കഷ്ടങ്ങളിലുമുള്ള അവരുടെ സഹിഷ്ണുതയും വിശ്വാസവും നിമിത്തം. 1:4. ക്വസ്റ്റ്യൻ: കർത്താവായ യേശു സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് പ്രത്യക്ഷപ്പെടുന്നതേതു വിധം? ഉത്തരം: തൻ്റെ ശക്തിയുള്ള ദൂതന്മാരുമായി അഗ്നിജ്വാലയിൽ. 1:6. ക്വസ്റ്റ്യൻ: ആർക്കൊക്കെയാണ് യേശു പ്രതികാരം കൊടുക്കുന്നത്? ഉത്തരം: ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും. 1:7. ക്വസ്റ്റ്യൻ: എന്താണ് ദൈവസന്നിധിയിൽ നീതിയായിട്ടുള്ളത്? ഉത്തരം: പീഡിപ്പിക്കുന്നവർക്ക് പീഡ അനുഭവിക്കുന്നവർക്ക് ആശ്വാസം എന്നിവ പകരം നൽകുന്നത്. 1:8. ക്വസ്റ്റ്യൻ: വിശുദ്ധന്മാരിൽ മഹത്വപ്പെടേണ്ടതിനും വിശ്വസിച്ച എല്ലാവരിലും താൻ അതിശയ വിഷയം ആകേണ്ടതിനും കടന്നു വരുന്നതാരാണ്? ഉത്തരം: കർത്താവായ യേശു. 1:9. ക്വസ്റ്റ്യൻ: സുവിശേഷം അനുസരിക്കാത്തവർക്കുള്ള ശിക്ഷ. ഉത്തരം: നിത്യനാശമെന്ന ശിക്ഷാവിധി. 1:10. ക്വസ്റ്റ്യൻ: കർത്താവിൻ്റെ സന്നിധാനവും അവൻ്റെ വല്ലഭത്വത്തോടു കൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശമെന്ന ശിക്ഷാവിധിക്ക് യോഗ്യരായി തീരുന്നതാരാണ്? ഉത്തരം: സുവിശേഷം അനുസരിക്കാത്തവർ. 1:10. ക്വസ്റ്റ്യൻ: തെസ്സലോനിക്യ സഭക്കാർക്ക് ശക്തിയോടെ എന്തെല്ലാം പൂർണ്ണമാക്കി കൊടുക്കണമെന്നാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത്? ഉത്തരം: സൽഗുണത്തിലുള്ള സകല താൽപ്പര്യവും വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയും. 1:12. ക്വസ്റ്റ്യൻ: എന്ത് അടുത്തിരിക്കുന്നു എന്ന് വെച്ച് സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോകുകയും അരുത് എന്നാണ് പൗലോസ് തെസ്സലോനിക്യ സഭയിലെ സഹോദരന്മാരോട് പറഞ്ഞത്? ഉത്തരം: കർത്താവിൻ്റെ നാൾ. 2:2. ക്വസ്റ്റ്യൻ: യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയ്ക്ക് മുമ്പ് നടക്കുന്ന ആദ്യ സംഭവം എന്ത്? ഉത്തരം: വിശ്വാസത്യാഗം. 2:3. ക്വസ്റ്റ്യൻ: കർത്താവിൻ്റെ വരവിന് മുമ്പ് നടക്കുന്ന രണ്ടാമത്തെ കാര്യം? ഉത്തരം: നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടണം. 2:3. ക്വസ്റ്റ്യൻ: വിശ്വാസത്യാഗത്തോടെ എന്ത് സംഭവിക്കും? ഉത്തരം: നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടും. 2:3. ക്വസ്റ്റ്യൻ: അധർമ്മമൂർത്തി ഇരിക്കുന്നത് എവിടെ? ഉത്തരം: ദേവാലയത്തിൽ. 2:3. ക്വസ്റ്റ്യൻ: ദൈവം എന്ന് നടിക്കുന്ന എതിരാളികളായ എതിർ ക്രിസ്തുവിൻ്റെ മറ്റൊരു പേര്? ഉത്തരം: പൂജാവിഷയം. 2:4. ക്വസ്റ്റ്യൻ: ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവം എന്ന് നടിച്ച് ദൈവം എന്നോ പൂജാവിഷയം എന്നോ പേരുള്ള സകലത്തിനു മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി ആര്? ഉത്തരം: നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ. 2:3-4 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: ഇപ്പോഴേ വ്യാപരിക്കുന്ന മർമ്മം? ഉത്തരം: അധർമ്മത്തിൻ്റെ മർമ്മം. 2:7. ക്വസ്റ്റ്യൻ: അധർമ്മമൂർത്തി വെളിപ്പെടുന്നത് എപ്പോൾ?
ഉത്തരം തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോയ ശേഷം. 2:7. ക്വസ്റ്റ്യൻ അധർമ്മത്തിൻ്റെ മർമ്മത്തെ തടുക്കുന്നവൻ ആരാണ്? ഉത്തരം പരിശുദ്ധാത്മാവ്. 2:7. ക്വസ്റ്റ്യൻ അധർമ്മമൂർത്തിയെ നശിപ്പിക്കുന്നതെങ്ങനെ? ഉത്തരം കർത്താവായ യേശു തൻ്റെ വായിലെ ശ്വാസത്താൽ. 2:8. ക്വസ്റ്റ്യൻ സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്കു വിശ്വസിക്കുമാറ് അയക്കുന്നതെന്താണ്? ഉത്തരം വ്യാജത്തിൻ്റെ വ്യാപാരശക്തി. 2:11-12. ക്വസ്റ്റ്യൻ ദൈവം ആദ്യം മുതൽ ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിലും സത്യത്തിൻ്റെ വിശ്വാസത്തിലും രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തതാരെയാണ്? ഉത്തരം തെസ്സലോനിക്യ സഭയെ. 2:13. ക്വസ്റ്റ്യൻ കർത്താവിന് പ്രിയരായ സഹോദരന്മാരെ എന്ന് പൗലോസ് അഭിസംബോധന ചെയ്തത് ഏത് സഭയിലെ വിശ്വാസികളെയാണ്? ഉത്തരം തെസ്സലോനിക്യ സഭയിലെ. 2:13. ക്വസ്റ്റ്യൻ പൗലോസിൻ്റെയും കൂട്ടരുടെയും സുവിശേഷ ഘോഷണത്താൽ തെസ്സലോനിക്യ സഭയിലെ അംഗങ്ങളെ ദൈവം രക്ഷയ്ക്ക് വിളിച്ചത് എന്തിനാണ്? ഉത്തരം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാൻ. 2:14. ക്വസ്റ്റ്യൻ നിങ്ങൾ ഉറച്ചു നിന്ന് ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്ന എന്ത് മുറുകെ പിടിച്ചുകൊള്ളുവിൻ എന്നാണ് പൗലോസ് തെസ്സലോനിക്യരോട് പറഞ്ഞത്? ഉത്തരം പ്രമാണങ്ങളെ. 2:15. ക്വസ്റ്റ്യൻ നമ്മെ സ്നേഹിച്ച് നിത്യ ആശ്വാസവും നല്ല പ്രത്യാശയും കൃപയാലെ നമുക്ക് നൽകിയതാരാണ്? ഉത്തരം പിതാവായ ദൈവം. 2:16-17. ക്വസ്റ്റ്യൻ യേശുക്രിസ്തുവും പിതാവായ ദൈവവും തെസ്സലോനിക്യ സഭാംഗങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിച്ച് അവരെ എന്തിലെല്ലാം സ്ഥിരപ്പെടുത്തുമാറാകട്ടെ എന്നാണ് പൗലോസ് ആശീർവദിക്കുന്നത്? ഉത്തരം എല്ലാ നല്ല പ്രവൃത്തിയിലും വാക്കിലും. 2:17. ക്വസ്റ്റ്യൻ വേഗം വ്യാപിച്ച് മഹത്വപ്പെടുത്തേണ്ടതെന്താണ്? ഉത്തരം കർത്താവിൻ്റെ വചനം. 3:1. ക്വസ്റ്റ്യൻ എങ്ങനെയുള്ള മനുഷ്യരുടെ കയ്യിൽ നിന്ന് തങ്ങൾ വിടുവിക്കപ്പെടേണ്ടതിനാണ് പൗലോസ് തെസ്സലോനിക്യരുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടത്? ഉത്തരം വല്ലാത്തവരും ദുഷ്ടന്മാരുമായ മനുഷ്യരുടെ കയ്യിൽ നിന്ന്. 3:2. ക്വസ്റ്റ്യൻ എല്ലാവർക്കും ഇല്ലാത്തതെന്താണ്? ഉത്തരം വിശ്വാസം. 3:2. ക്വസ്റ്റ്യൻ കർത്താവോ വിശ്വസ്തൻ, അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. ആര് ആരോട് പറഞ്ഞു? വേദഭാഗം ഏത്? ഉത്തരം പൗലോസ് തെസ്സലോനിക്യ സഭയോട്. 2 തെസ്സലോനിക്യർ 3:3. ക്വസ്റ്റ്യൻ ഞങ്ങൾ ആജ്ഞാപിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നു എന്നും മേലാലും ചെയ്യുമെന്നും ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് കർത്താവിൽ ഉറച്ചിരിക്കുന്നു. ആര് ആരെക്കുറിച്ച് പറഞ്ഞതാണിത്? ഉത്തരം പൗലോസ് തെസ്സലോനിക്യ സഭാംഗങ്ങളെക്കുറിച്ച്. 3:4. ക്വസ്റ്റ്യൻ കർത്താവ് താൻ തെസ്സലോനിക്യരുടെ ഹൃദയങ്ങളെ എന്തിലേക്ക് തിരിക്കുമാറാകട്ടെ എന്നാണ് പൗലോസ് ആശംസിച്ചത്? ഉത്തരം ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്കും ക്രിസ്തുവിൻ്റെ സഹിഷ്ണുതയിലേക്കും. 3:5. ക്വസ്റ്റ്യൻ എങ്ങനെയുള്ള സഹോദരനോട് അകന്നുകൊള്ളേണം? ഉത്തരം പ്രമാണം വിട്ട് ക്രമം കെട്ടു നടക്കുന്ന ഏത് സഹോദരനോടും. 3:6. ക്വസ്റ്റ്യൻ ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ എന്തെല്ലാം ചെയ്തിട്ടില്ല എന്നാണ് പൗലോസ് തെസ്സലോനിക്യരോട് പറഞ്ഞത്? ഉത്തരം ക്രമം കെട്ട് നടന്നിട്ടില്ല, ആരുടെയും ആഹാരം വെറുതെ അനുഭവിച്ചിട്ടുമില്ല. 3:7.
ക്വസ്റ്റ്യൻ: ആർക്കും ഭാരമായി തീരരുത് എന്ന് വെച്ച് പൗലോസും കൂട്ടരും അധ്വാനത്തോടും പ്രയാസത്തോടും കൂടെ രാപ്പകൽ വേല ചെയ്തത് എന്തിനായിട്ടാണ്? ഉത്തരം: അനുകരിപ്പാൻ തങ്ങളെ മാതൃകയാക്കി തരേണ്ടതിന്. 3:10. ക്വസ്റ്റ്യൻ: വേല ചെയ്യുവാൻ മനസ്സില്ലാത്തവൻ തിന്നുകയും അരുത് എന്ന് നാം വായിക്കുന്നത് എവിടെ? ഉത്തരം: 2 തെസ്സലോനിക്കർ 3:10. ക്വസ്റ്റ്യൻ: പൗലോസും കൂട്ടരും തെസ്സലോനിക്കരുടെ ഇടയിൽ ഇരിക്കുമ്പോൾ ആജ്ഞാപിച്ചതെന്തായിരുന്നു? ഉത്തരം: വേല ചെയ്യുവാൻ മനസ്സില്ലാത്തവൻ തിന്നുകയും അരുത്. 3:10. ക്വസ്റ്റ്യൻ: ഒട്ടും വേല ചെയ്യാതെ പരകാര്യം നോക്കി ക്രമം കെട്ട് നടക്കുന്നവരോട് കർത്താവായ യേശുക്രിസ്തുവിൽ പൗലോസ് ആജ്ഞാപിച്ചു പ്രബോധിപ്പിച്ചതെന്താണ്? ഉത്തരം: സാവധാനത്തോടു വേല ചെയ്ത് അഹോവൃത്തി കഴിക്കണം. 3:11-12. ക്വസ്റ്റ്യൻ: എന്ത് ചെയ്യുന്നതിൽ തളർന്നു പോകരുത് എന്നാണ് പൗലോസ് തെസ്സലോനിക്കരെ പ്രബോധിപ്പിച്ചത്? ഉത്തരം: നന്മ ചെയ്യുന്നതിൽ. 3:13. ക്വസ്റ്റ്യൻ: ഈ ലേഖനത്തിലുള്ള വാക്ക് അനുസരിക്കാത്തവൻ നാണിക്കേണ്ടതിന് അവനോട് എങ്ങനെ പെരുമാറണം? ഉത്തരം: അവനോടുള്ള സംസർഗം വിട്ട് അവനെ വേർതിരിക്കണം. 3:14. ക്വസ്റ്റ്യൻ: എല്ലായ്പ്പോഴും സകല വിധത്തിലും നമുക്ക് സമാധാനം നൽകുന്നതാരാണ്? ഉത്തരം: സമാധാനത്തിൻ്റെ കർത്താവായവൻ. 3:16. ക്വസ്റ്റ്യൻ: സമാധാനത്തിൻ്റെ കർത്താവ്? ഉത്തരം: യേശു. 3:16. ക്വസ്റ്റ്യൻ: സകല ലേഖനത്തിലും ഇത് തന്നെ അടയാളം, ഇങ്ങനെ ഞാൻ എഴുതുന്നു. ആര് പറഞ്ഞു? എന്താണ് അടയാളം? ഉത്തരം: പൗലോസ്. പൗലോസായ എൻ്റെ കയ്യാൽ വന്ദനം. 3:17. ക്വസ്റ്റ്യൻ: തെസ്സലോനിക്കർക്കുള്ള 2-ാം ലേഖനത്തിലെ അവസാന വാക്യം എന്താണ്? ഉത്തരം: നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോടെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. 3:18. ക്വസ്റ്റ്യൻ: ഈ ലേഖനം ആർക്കു വേണ്ടി എഴുതി? ഉത്തരം: തെസ്സലോനിക്കയിലെ വിശ്വാസികൾക്ക്. ക്വസ്റ്റ്യൻ: തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ ആദ്യ വാക്ക് അവസാന വാക്ക്? ഉത്തരം: ആദ്യ വാക്ക് പൗലോസും അവസാന വാക്ക് ഇരിക്കുമാറാകട്ടെ. ക്വസ്റ്റ്യൻ: 2 തെസ്സലോനിക്കർ ലേഖനത്തിലെ ചെറിയ അധ്യായമേത്? എത്ര വാക്യങ്ങൾ? വലിയ അധ്യായമേത്? എത്ര വാക്യങ്ങൾ? ഉത്തരം: ചെറിയ അധ്യായം 1 12 വാക്യങ്ങൾ, വലിയ അധ്യായം 3 18 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: 2 തെസ്സലോനിക്കർ ബൈബിളിലെ എത്രാമത്തെ പുസ്തകം? പുതിയ നിയമത്തിലെ എത്രാമത്തെ പുസ്തകം? എത്ര അധ്യായങ്ങളുണ്ട്? എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം: ബൈബിളിലെ 53-ാമത്തെ പുസ്തകം, പുതിയ നിയമത്തിലെ 14-ാമത്തെ പുസ്തകം, 3 അധ്യായങ്ങൾ, 47 വാക്യങ്ങൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.